എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഏജിങ് ഒക്കെ തടയാനും നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ ഒരു 30+ ഏജുകാർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ എപ്പോഴും യങ് ആയിട്ടിരിക്കാനും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒരു സൂപ്പർ പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഭയങ്കരമായിട്ട് റിഫ്രഷിങ് തരുന്ന ഒരു പാക്കാണ്, നല്ലൊരു മോയ്സ്ചറൈസിങ് തരുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കാനെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിൻറ്റ് ലീവ്സ് ആണ് വേണ്ടത്. ഇവിടെ വീട്ടിലുണ്ടായ ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് ആണ്, പുതിന ഇല കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും വലിയ ഇതൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു പീസ് മതി കേട്ടോ. ഇത്രയും പോകുന്ന ചെറിയൊരു പീസ് മതി. ഇത് രണ്ടും കൂടി മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അധികം ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് പിന്നെ അരിച്ചെടുത്തിട്ടില്ല, എന്താ വെച്ചാൽ അപ്പോൾ ഭയങ്കരമായിട്ടൊരു ലിക്വിഡായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യാറ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് വെക്കാൻ സൂപ്പറാണ്, അതുകൊണ്ട് തേൻ ചേർക്കാം. ഇനി തേൻ ചിലവർക്ക് അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അലോവേറ ജെല്ലാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തിക്കായിട്ട് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതേ കണ്ടോ, നല്ലൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. നമുക്ക് പാക്ക് പോലെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മസാജാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ സൂപ്പറാണ് കേട്ടോ. ഹണിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക മോയ്സ്ചറായിട്ട് വെക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒന്ന് ആവി പിടിക്കാം. അതിനുശേഷം നന്നായിട്ടും ജസ്റ്റ് ഇത് ഇങ്ങനെ മുഖത്ത് ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള സ്ഥലത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം അതിന് തന്നെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു ജ്യൂസ് മാത്രമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെ വിടാൻ നമുക്ക് അധികം ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കണ്ടോ. ഇരിക്കുന്നത് പോലും അറിയില്ല കേട്ടോ. ഇത് എന്താ വെച്ചാൽ കുറച്ചൊരു ജ്യൂസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്പ്രേ ഇത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മസാജിങ് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാക്കുകൾ അല്ലെങ്കിൽ സാധാരണ വേറെ ടൈപ്പ് മുന്നത്തെ ഞാൻ പാക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മസാജിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ അവിടെ ഈ ഒരു എന്താ പറയുക ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ കുക്കുംബർ ആയാലും ഈ ഒരു മിൻറ്റ് ലീവ്സ് ആയാലും നല്ലതാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒരു മിൻറ്റ് ലൈമൊക്കെ കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു സ്മെല്ലും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു 4 ഡ്രോപ്സ് ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ്ങും കിട്ടും. അപ്പോൾ നന്നായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കട ഞാൻ പാക്കിലോട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും മറ്റേത് മസാജ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ചും കൂടി ബ്രൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവോ മുൾട്ടാനിമിറ്റിയോ ഏത് വേണമെങ്കിൽ ചേർക്കാം, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലായിടത്തും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം എൻ്റെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും സ്കിൻ എന്നും യങ് ആയിട്ട് ഇരിക്കാനും ക്ലിയർ ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.